ഇരിക്കിരിക്കേ, എന്തിനാ നിൽക്കുന്നേ? ഇതെന്താ സ്ക്രിപ്റ്റാ? ആ കൊച്ചുകൊണ്ട് എന്തി? മറ്റേ പയ്യൻ എന്തി? ആ, മോനെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവനെ കണ്ടില്ല കേട്ടോ, സോറി. മോനെ സീൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പം മോൻ ഈ സീൻ ഇത് കണ്ടിട്ട് മോന് വാരിത്തരാൻ ആരും ഇല്ലല്ലോ, മോൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ എന്നോർത്ത് മോൻ ഇങ്ങനെ വിതുമ്പുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ വിതുമ്പണം കേട്ടോ, ഉള്ളീന്ന് വരണം, ഇങ്ങനെ നല്ലപോലെ കരയണം, അമ്മ അപ്പോ എന്നും പറഞ്ഞ് നല്ലപോലെ കരയണം. എടുക്കാമല്ലേ? ഓക്കെ അല്ലേ? ആക്ഷൻ. അങ്ങനെ ഷോട്ടൊക്കെ. മോനെ അടുത്ത സീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, അടുത്ത ഷോട്ടാണ്. കങ്കുവ വരുമ്പോൾ മോൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോൻ ഇങ്ങനെ ഒന്ന് പാൻ ചെയ്ത് നേരെ കങ്കുവയെ നോക്കുന്നു. ഈ കങ്കുവ ഒറ്റ കാരണമാണല്ലോ മോനിപ്പോൾ ഇങ്ങനെ ആരും മാരിത്തരാനില്ലാത്തൊരവസ്ഥയിൽ വന്ന് നിന്നത്. കങ്കുവയോടുള്ള ആ ഒരു ദേഷ്യം മോൻ അന്നേരം അവിടെ കാണിക്കണം. അന്നേരം മുഖത്തേക്ക് ഇങ്ങനെ എക്സ്പ്രഷൻസ് വരണം, ആ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ദേഷ്യം വരണം. സിമ്പിളാണ്, ചെറിയൊരു ദേഷ്യപ്പെടൽ സീൻ, അത്രേ ഉള്ളൂ. എടുക്കാമല്ലോ അല്ലേ? ആക്ഷൻ. പ്രൊഡ്യൂസർ സാറേ, ചെറുക്കം വേറെ ലെവലാ കേട്ടോ. മോനെ, മാർക്ക് മൈ വേർഡ്സ്, ഈ വാക്കുകൾ നീ ഓർത്തു വെച്ചോ. ഈ സിനിമ കഴിയുമ്പോൾ കങ്കുവയെക്കാട്ടിലും കൂടുതൽ ഫാൻസ് നിനക്കായിരിക്കൂടാ. നിന്നെ അവർ തലയിലല്ല, നിന്നെ അവർ ആകാശത്തിൽ വെച്ചോണ്ടായിരിക്കും ഇങ്ങോട്ടും നടക്കാൻ പോകുന്നത്. നീ ഓർത്ത് വെച്ചത്. സൂര്യ സാർ, വണക്കം സാർ. സീൻ വായിച്ചായിരുന്നല്ലോ അല്ലേ? കങ്കുവയുടെ എൻട്രിയാണ്. അപ്പോൾ സാറ് നമ്മുടെ വില്ലൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു ക്ലോസ് ഷോട്ടാണ് നമ്മളിപ്പോൾ എടുക്കാൻ തീരുമാനിക്കുന്നത്. അത് സാറ് ക്യാമറയുടെ അടുത്തേക്ക് ഇങ്ങനെ വരണം. അപ്പോൾ സാറിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൂച്ചയ്ക്ക് ഒരു പുതിയ മീനിൻ്റെ മണം കിട്ടി. അപ്പോൾ അത് മണത്ത് ഈ പൂച്ച ഇങ്ങനെ ആ മണം പിടിച്ച് പോകുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായിരിക്കണം സാറ് ഇതിനകത്ത് ചെയ്യാൻ. അപ്പം ഓക്കെ അല്ലേ? ചെയ്യാമല്ലോ അല്ലേ? ആക്ഷൻ. വേറെ ലെവല് നീങ്ക സാർ, വേറെ ലെവല്. സാറിൻ്റെ ഈ ഇൻട്രോ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിയായിരിക്കും സാറേ. നൈസ് ഇൻട്രോ ആണ് സാറേ, ഒന്നും പറയാനില്ല സാറേ. നമ്മൾ ഈ ഷോട്ടിൽ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ കൈ പിടിച്ച് കിടക്കുന്ന ഒരു സീനാണ്. ഒരു കാരണവശാലും സാർ കൈ വിടരുത്. ഓക്കെ, നമുക്ക് എടുക്കാമല്ലോ അല്ലേ? ഓക്കെ, ടേക്ക് ആക്ഷൻ. സാറേ സാറേ അങ്ങനെ തന്നെ പിടിച്ച് സാറേ, സാറേ വിടരുത്, അങ്ങനെ തന്നെ പിടിച്ചേ സാറേ. ഒരു കാരണവശാലും വിടരുത് സാറേ, എത്ര കാറ്റുണ്ടായാലും വിടരുത് സാറേ, അങ്ങനെ തന്നെ പിടിക്കേ. ഐൻസ്റ്റീനോടും ലോജിക്കിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. സാറ് പിടിച്ചോ, അങ്ങനെ തന്നെ. ഓക്കെ ഇനി കയറ് കൊടുക്കുക. സാറേ, നമ്മുടെ അടുത്ത സീൻ എന്ന് പറയുന്നത് കപ്പലിനകത്തുള്ള സീനാണേ. അപ്പോൾ ഇതിനകത്തിൽ നമ്മുടെ പൊരുവ കടലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാറ് ഒരു കയറിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കെട്ടാൻ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും സാർ ഒരിക്കലും അത് കെട്ടരുത്. അതിങ്ങനെ പിടിച്ച് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ. പിന്നെ ഫൈറ്റേഴ്സിൻ്റെ അടുത്ത് എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫൈറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ പോലെ എല്ലാം കൂടെ കയറി അടിക്കാൻ നിൽക്കരുത്. ഓരോരുത്തരായിട്ട് വന്ന് അടിച്ചോണം. ഒരാൾ അടി കൊണ്ട് വീണതിന് ശേഷം മാത്രമേ അടുത്ത ആളിറങ്ങാവൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ആക്ഷൻ. സാറേ, കയറ് പിടിച്ചോണം. അവിടെ എല്ലാം കണ്ടോ, അവിടെ എല്ലാം കെട്ടാൻ അവസരമുണ്ട്. പക്ഷെ ഒരു കാരണവശാലും കെട്ടരുത് സാറേ, കെട്ടരുത്. കഞ്ഞി പിടിച്ച് തന്നെ പിടിക്കണം. പുറകെ നിൽക്കുന്ന ആ ഫൈറ്റർ, എനിക്കറിയാം ഇയാൾ അടിക്കാൻ വേണ്ടി നിൽക്കുക, എനിക്കറിയാം. അടിക്കരുത്, മറ്റൊരു അടി കൊണ്ട് വീട്ട് എന്നിട്ട് അടിച്ചാൽ മതി. വെയിറ്റ് ചെയ്യ്. ഇനി അടി. അടി. അതെ. നൈസ് സാറേ. സാറിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ. ഇപ്പം ആ കയറ് വിടാൻ പോകുന്നു എന്നുള്ളത്. പൊരുവാ മോനെ, വെട്ടിക്കോ. തീർന്നു. ആ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ വന്നു. അവനെ എടുത്തിട്ട് ചാമ്പുന്നു. ചാമ്പിക്കോ. ഫുള്ളല്ല മൊത്തവല. ഓക്കെ, കട്ടിറ്റ്. സാറേ, കങ്കുവയുണ്ടല്ലോ അങ്ങ് ടോപ്പിലെത്തും സാറേ. സാറിൻ്റെ റോളക്സ് ഒന്നുമല്ല, അതിർക്കും മേലെ ചെല്ലും കങ്കുവ. സാർ നോക്കിക്കോണം, ടോപ്പിലെത്തും.
സാറിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. സാറിൻ്റെ ആ ഒരു ഫസ്റ്റ് മുഖം കാണുമ്പോഴത്തേക്ക് ആ ഒരു മുഖമാണ് സാറേ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നും സാറിന് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സാറ് വെറുതെ വരിക, വെറുതെ ഇങ്ങനെ വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോവുക, ഒരു പെണ്ണിൻ്റെ അടുത്ത് വിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ആക്ഷൻ. അടിപൊളി സാർ. ഇതൊക്കെ തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ എന്തോരം ചിരിയായിരിക്കും അറിയോ? സാറിന് അറിയാൻ വയ്യാത്തോണ്ടാ, എനിക്കറിയാം. നാട്ടുകാരുടെ ഓഡിയൻസിൻ്റെ എല്ലാം മനസ്സെനിക്കറിയാം. എന്ത് പറയാനാ, ഞാൻ എന്ത് പറയാനാ? നമ്മളോരോ പടം എടുക്കും, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു മാസം പോലും ആയില്ല പടം ഇറങ്ങിയിട്ട്, അതിന് മുമ്പ് പറ്റിയിട്ട്. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് വിഷമത്തോടുള്ള പട്ടികളെ, എനിക്കിത് വിഷമം. ഈയൊക്കെ എന്നെ കുറിച്ച് ഓർക്കട്ടെ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അത് ആളുകളെ, അയാളുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ കാട്. സാർ, കങ്കുവാറ്റുവിന്റെ റിലീസ്. കങ്കുവാറ്റുവിന്റെ നോക്കിക്കോടാ, നീയൊക്കെ എന്നെ എന്തൊക്കെയാ പറഞ്ഞേ? എന്നെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നെഗറ്റീവ്, നീ ഫുള്ള് നെഗറ്റീവ് നിങ്ങൾ സ്പ്രെഡ് ചെയ്തില്ലടാ. കങ്കുവാറ്റു ഇറങ്ങുവടാ, ശിവയാടാ പറയുന്നത്. ശിവയുടെ താണ്ഡവമായിരിക്കുമടാ കങ്കുവാറ്റുവിൽ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും ഇതെന്താ ഇങ്ങനെ? കങ്കുവാറ്റു ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടോണം അപ്പടം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അന്ന് എന്നെ കുറ്റം പറഞ്ഞവരും ഈ പടത്തിനെ കുറ്റം പറഞ്ഞവരും എല്ലാം അന്ന് ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത് നിങ്ങൾ കണ്ടോ? കാത്തിരുന്ന് കണ്ടോ?